വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു. നമുക്ക് ഇനി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മെയിൻ ആയിട്ട് വേണ്ടുന്നത് എന്താണ്, PSC രജിസ്റ്റർ ചെയ്യുന്ന കാര്യവും നമ്മുടെ സിലബസിന്റെ കാര്യവും പിന്നെ റൂം അറേഞ്ച് ചെയ്യുന്ന കാര്യവും എല്ലാം നമ്മൾ പറഞ്ഞ് സെറ്റാക്കിയായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് പഠിക്കാനുള്ള മെറ്റീരിയൽസാണ്. അപ്പം ആദ്യമേ നമ്മൾ റാങ്ക് ഫയൽ നമ്മളെ റാങ്ക് ഫയൽ എന്ന് പറയുന്നൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് എക്സാംസ് ഉണ്ട്, അതിനെല്ലാം പ്രത്യേകമായിട്ട് സിലബസുകളുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്. നമുക്കിപ്പം PSC ബിഗിനർ ആണ്, ഒന്നും അറിയത്തില്ല എന്നൊരാൾക്കാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ നമ്മളിപ്പം PSC ബിഗിനർ ആണ്, എനിക്ക് ഏത് എക്സാം എഴുതാൻ ഞാൻ എലിജിബിൾ ആണെന്ന് അറിയത്തില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് മനസ്സിലാക്കണം. 10th ആണോ, +2 ആണോ, ഡിഗ്രി ആണോ എന്ന് ആദ്യമേ തിങ്ക് ചെയ്യണം. അപ്പൊ നമ്മൾ പറയത്തില്ലേ എന്താ, ഇഫ് യു ആർ എയിമിംഗ് ദ സൺ യു വിൽ ഗെറ്റ് എ സ്റ്റാർ. നമ്മളൊരു സൂര്യനെ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ നമുക്കൊരു നക്ഷത്രമെങ്കിലും കിട്ടും. അത് കണക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ മാക്സിമം ലെവലിലുള്ളത് തന്നെ എഴുതാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഡിഗ്രി ലെവലുള്ള ആൾക്കാരാണെങ്കിൽ ഡിഗ്രി എക്സാംസ് തന്നെ അപ്പിയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് റാങ്ക് ഫയൽ വേണം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഡിഗ്രി ലെവലാണ്, എനിക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് ഉള്ളത്. ഇപ്പൊ എനിക്ക് എഴുതാൻ തന്നെ എക്സാംസ് എഴുതാൻ നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ എക്സാംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്ന് ലിസ്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ടോപ്പിക്കുകൾ മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരെണ്ണം, എന്താ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നുണ്ട് ഉടനെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ KS തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. KS ആ ലെവലിലുള്ള എക്സാംസിന്റെ സിലബസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക എന്തൊക്കെയാണ് അതിനകത്തുള്ളത്. അതല്ല നിങ്ങൾക്ക് 12th ലെവലാണെങ്കിൽ 12th ലെവലിൽ നമ്മുടെ ആംഡ് ഫോഴ്സിന്റെ ഒരുപാട് വേക്കൻസി ഉള്ള പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എടുത്തിട്ട് അതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്കുകൾ വരും. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ സിലബസ് എടുത്ത് അല്ലെങ്കിൽ അതിന്റെ റാങ്ക് ഫയൽ വാങ്ങിക്കാം. അതല്ല 10th ലെവൽ LDC ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് LDC റാങ്ക് ഫയൽ വായിക്കാം. അപ്പൊ നിങ്ങൾ ഏത് റാങ്ക് ഫയലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളുടെ ചാർജ് അനുസരിച്ചിരിക്കും. നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാംസ് ആയിരുന്നെങ്കിൽ ഡിഗ്രി ലെവലിലെ റാങ്ക് ഫയൽ വായിക്കാം. അതായത് 12th ലെവലാണ് CPO ടൈപ്പ് എക്സാംസ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ള റാങ്ക് ഫയൽ വാങ്ങിക്കാം. അതല്ല നിങ്ങൾക്ക് 10th ലെവൽ LDCയുടെ അടുത്ത LDC ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ LDCയുടെ റാങ്ക് ഫയൽ വാങ്ങിക്കാം. ക്ലിയർ ആയോ? പിന്നെ റാങ്ക് ഫയലിനകത്തൊരു പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റാങ്ക് ഫയൽ ഏത് റാങ്ക് ഫയൽ വാങ്ങിക്കണം എന്നുള്ള കേസ്. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചത് ടാലന്റിന്റെ റാങ്ക് ഫയൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ടാലന്റ് റാങ്ക് ഫയൽ അത്യാവശ്യം ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്കത് കുഴപ്പമില്ല, നല്ല റാങ്ക് ഫയലാന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഡിഗ്രിയുടെ എൻ്റെ ഉള്ളത് ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ്. അങ്ങനെ റാങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറയത്തില്ലേ അത് തന്നെ വേണം, ഇത് തന്നെ മേടിക്കണം, അങ്ങനെ ഒന്നും ഒരിക്കലും പറയത്തില്ല. ഏത് റാങ്ക് ഫയൽ ആയാലും അവർ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന്റെ സിലബസ് ഓറിയന്റഡ് തന്നെ ആയിരിക്കും. മനസ്സിലായോ? ഇത്രയും നാളെ റാങ്ക് ഫയൽ ഈ സൊസൈറ്റിയിലെ ആൾക്കാരിൽ എത്രയും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അർത്ഥം എന്താ, അവർക്ക് വലിയതായിട്ട് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത റാങ്ക് ഫയൽ ആയിരിക്കും. അപ്പൊ റാങ്ക് ഫയൽ ഏറ്റവും നല്ല റാങ്ക് ഫയൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ എത്രത്തോളം അതിനെ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. നമ്മൾ എന്തുമാത്രം ആ റാങ്ക് ഫയൽ യൂസ് ചെയ്ത് പഠിക്കുന്നു, അതിനകത്ത് എന്തൊക്കെ നമ്മൾ ടോപ്പിക്കുകൾ പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ അത് വെച്ച് എത്രമാത്രം റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും റാങ്ക് ഫയൽ. മനസ്സിലായോ? അപ്പൊ റാങ്ക് ഫയൽ നല്ലത് ചീത്ത അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റാങ്ക് ഫയൽ വാങ്ങിക്കാം, അത് നിങ്ങൾ പഠിക്കണം, അത് വൃത്തിക്ക് പഠിക്കണമെന്നേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? റാങ്ക് ഫയൽ അല്ലാതെ നിങ്ങൾക്ക് എന്താണ് വേറെ എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുള്ള മെറ്റീരിയൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ഫയൽ ഒരു മെറ്റീരിയലാണ്, സിലബസ് ഒരു മെറ്റീരിയലാണ്. അപ്പൊ സിലബസ് റാങ്ക് ഫയൽ നമ്മളിൽ ഉണ്ട്. ഓക്കെ, സിലബസ് സെറ്റായി, റാങ്ക് ഫയലും സെറ്റായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.